ഹലോ നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 രാവിലത്തെ മോർണിംഗ് ആക്ടിവിറ്റി കഴിഞ്ഞതിന് ശേഷം ഒനിയിൽ പറയുന്നുണ്ട്, എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതായത് ഇന്നലെ ഒരു ഇഷ്യൂ ഉണ്ടായി. മസ്താനിയെ എൻ്റെ അടുത്ത് പ്രൈവറ്റായിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞ ഒരു കാര്യം ലക്ഷ്മി വളച്ചൊടിച്ച് വളരെ ചീപ്പായിട്ടുള്ള ഒരു ഗെയിം കളിച്ചു എന്ന് ഒനിയിൽ പറയുന്നുണ്ട്. ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെയും ഇവിടെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുവാണ്, ഞാൻ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടും സംസാരിക്കുന്ന ഒരാളാണ്. ഞാൻ ഒരിക്കൽ പോലും ഒരു സ്ത്രീയോട് മോശമായി പെരുമാറിയിട്ടില്ല. അതെൻ്റെ ലൈഫിലാണെങ്കിലും ഞാൻ വർക്ക് ചെയ്ത സന്ദർഭങ്ങളിലാണെങ്കിലും ഇവിടെ ബിഗ് ബോസ് വീടിനകത്താണെങ്കിലും ആർക്കും എന്നെക്കുറിച്ച് അങ്ങനെ ഒരു പരാതി ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് ഒനിയിൽ പറയുന്നുണ്ട്. ഇന്നലെ അത് സംഭവിച്ചത് വളരെ ആക്സിഡൻ്റലായിട്ട് സംഭവിച്ചൊരു കാര്യമായിരുന്നു. അപ്പോൾ ഞാൻ സോറി പറയുകയും ചെയ്തു. മസ്താനിയുടെ അടുത്ത് സംസാരിക്കാനും റെഡിയായിരുന്നു. പക്ഷേ ഈ ഒരു ചീപ്പ് ഗെയിമുമായിട്ട് ലക്ഷ്മി ഇവിടെ കളിച്ച കളി ഞാൻ ബിഗ് ബോസിൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് പരാതിയുണ്ട്. കാരണം എൻ്റെ മെൻ്റൽ സ്റ്റേബിലിറ്റിയെയും അതുപോലെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ എൻ്റെ കുടുംബത്തെ ബാധിക്കുന്ന ഒരു കാര്യമാണിത്. ഇന്നലെ കുടുംബത്തിൽ പറക്കാത്തവൻ എന്നൊക്കെ ലക്ഷ്മി പറഞ്ഞ സമയത്ത് എനിക്കത് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു കംപ്ലൈൻ്റ് ആയിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് രാവിലെ തന്നെ ഒനിയിൽ സംസാരിച്ചു. ഇവിടെ ഒനിലിൻ്റെ ഭാഗത്തും തെറ്റില്ല, മസ്താനിയുടെ ഭാഗത്തും തെറ്റില്ല. എല്ലാം ഒരു സെക്കൻഡിൽ നടന്ന ഒരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ മസ്താനിക്ക് സംശയം തോന്നാം. ഒനിയിൽ അറിഞ്ഞുകൊണ്ട് പിടിച്ചതാണോ എന്നൊക്കെ, പെട്ടെന്നല്ലേ ഉള്ള കാര്യങ്ങൾ, അതുകൊണ്ട് ഇങ്ങനെ സംശയം തോന്നാം. എന്നാൽ അക്കാര്യം ക്ലാരിറ്റി വരുത്തുന്നതിനായി ഒനിലിൻ്റെ അടുത്ത് സംസാരിക്കാം, അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ അടുത്ത് സംസാരിക്കാം. അതായത് ഇങ്ങനെ ഒരു സംഭവം നടന്നു, അതിൽ എന്തെങ്കിലും സത്യമുണ്ടായിരുന്നോ, അല്ല അറിഞ്ഞുകൊണ്ട് ഒനിയിൽ ചെയ്തതാണോ, അല്ല പ്രതീക്ഷിക്കാതെ നടന്നതാണോ? അപ്പോൾ ആ ഒരു കാര്യത്തിലേക്ക് ഒരു ക്ലാരിറ്റി വേണമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മസ്താനിക്ക് വേണമെങ്കിൽ ബിഗ് ബോസിൻ്റെ അടുത്ത് സംസാരിക്കാമായിരുന്നു. എന്നാൽ ആ ഒരു സമയം കൊണ്ട് ഇക്കാര്യത്തെ വളച്ചൊടിച്ചിട്ട് വളരെ മോശമായ രീതിയിൽ പ്രശ്നം വഷളാക്കിയത് ലക്ഷ്മിയാണ്. അതുകൊണ്ട് തന്നെ ഈ വീക്കെൻഡിൽ വലിയൊരു ഇഷ്യൂ തന്നെ നടക്കാൻ പോകുന്നുണ്ടെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കേട്ടോ.